Hi, hello. Today I'm going to give you more information about the day of the interview. എങ്ങനെയാണ് ആർമി പബ്ലിക് സ്കൂളിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്, വാട്ട് ഹാപ്പൻസ്. സോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ആർമി സ്കൂൾസ് ഫോളോസ് ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ ദ ഇൻ്റർവ്യൂ. ലെറ്റ് മീ ഷെയർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസസ്. I attended two Army Public School interviews. First one was at Army Public School PRTZ Bangalore, and second was at Army Public School Trivandrum. So here in this video I am attaching the call letter of Army Public School PRTZ Bangalore. As you can see in the call letter, you can see the procedures this Army school wants. So ഞാൻ പറഞ്ഞ പോലെ ഓരോ ആർമി സ്കൂളും അവരുടേതായ പ്രൊസീജിയറാണ്. ലാസ്റ്റ് നിങ്ങൾ ന്യൂസ് പേപ്പർ കണ്ടു ഇൻ്റർവ്യൂ, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി എന്നൊക്കെ പറഞ്ഞാലും ഡിഫറെൻറ്റ് ആർമി സ്കൂൾസ് ദേ ഹാവ് ദെയർ ഓൺ ഡിമാൻഡ്സ്. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കോൾ ലെറ്റർ കാണുന്ന പോലെ ഈ ബാംഗ്ലൂർ ആർമി സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ദെയർ ഈസ് എ റിട്ടൺ ടെസ്റ്റ്, ആൻഡ് റിട്ടൺ ടെസ്റ്റ് ഇസ് ഫോർ English and Hindi candidates only. They have specified it very clearly. And also there is computer proficiency test on the, and the teaching skill or a demo class, and they have also said that the basic materials and the lesson plans will be provided at the venue, and they have specified. Also the topic for the demo will also be given at the venue, adu avaru parnittundu. And also interview, and they have specified that the interview might take it can be longer ആവാം, ഒരു വർക്കിംഗ് അവേഴ്സ് എക്സീഡ് ചെയ്യാമെന്ന് എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് മീ ഷെയർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അവിടെ എന്തായിരുന്നു, ഇതായിരുന്നു ഒരു പ്രൊസീജിയേഴ്സ് എന്ന് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ കോൾ ലെറ്റർ. ലെറ്റ് മീ ടെൽ യു വാട്ട് ഹാപ്പൻസ് ദർ റിയലി എന്താ സംഭവിക്കുന്നത്. സോ ഇൻ ആർമി പബ്ലിക് സ്കൂൾ ബാംഗ്ലൂർ, ലെറ്റ് മീ ടെൽ യു ദർ വർ ലോട്ട് ഓഫ് കാൻഡിഡേറ്റ്സ്, മോസ്റ്റ്ലി മലയാളീസ് ഉണ്ടായിരുന്നു, ലോട്ട് ഓഫ് കാൻഡിഡേറ്റ്സ്. അവിടെ എല്ലാ സബ്ജക്ട്സിനും ആ ഒരു ദിവസം തന്നെയാണ് നടന്നത്. ആസ് യു ക്യാൻ സീ ഇൻ ദ കോൾ ലെറ്റർ, ഇറ്റ് ഹാപ്പൻ ഇൻ ഫെബ്രുവരി. സോ ലോട്ട് ഓഫ് കാൻഡിഡേറ്റ്സ് വർ ദർ. ആൻഡ് റിട്ടൺ ടെസ്റ്റിൽ ഫോർ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, സോ എനിക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ഇൻ ഇംഗ്ലീഷിൽ ഇൻ റിട്ടൺ ടെസ്റ്റ് യു ക്യാൻ എന്താണ് മെയിൻലി തിയറി ക്വസ്റ്റ്യൻസ് were there. In English literature, theory questions were there, and also mainly there were many questions from B.Ed like constructivism, അങ്ങനത്തെ കുറേ questions ഉണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് I couldn't clearly recall it. So these were some of the questions of written test. And then we have computer proficiency test. Computer proficiency test mostly എല്ലാ ആർമി സ്കൂൾസിലും 15 to 20 minutes 20 to 30 minutes ആണ് വരുന്നത്. അവിടെ 20 minutes ആയിരുന്നു എന്നാണ്, ദാറ്റ്സ് വാട്ട് ഐ കുഡ് റിക്കോൾ. സോ 20 minutesൽ ദേ ഗേവ് us a Excel ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നും നമ്മുടെ പ്രിൻ്റഡ് ഫോർമാറ്റിൽ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ ദെയർ, അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഉണ്ട്, കമ്പ്യൂട്ടറിൽ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അന്നേരം തന്നെ നമ്മൾ ചെയ്യുവാണ്. സോ വിത്തിൻ ദാറ്റ് ഷോർട്ട് ടൈം വി ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻസ്, വി ഹാവ് ടു ഡു ഓൾ ദിസ് 3 questions. മെയിൻലി 3 questions ആണ് അന്ന് അവിടെ കിട്ടിയത്. എക്സൽ ഷീറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യണം സ്റ്റുഡൻസിൻ്റെ നെയിമും, പിന്നെ അവർ കുറച്ച് മാർക്സും തന്നിട്ടുണ്ടായിരുന്നു. വി ഹാവ് ടു എൻ്റർ ഓൾ ദീസ് ഡീറ്റെയിൽസ് ഇൻ ദ എക്സൽ ഷീറ്റ്, ആൻഡ് വി ഹാവ് ടു പ്രിപ്പയർ എ പൈ ചാർട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ. അതായിരുന്നു എക്സലിലെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് വാസ് ടു പ്രിപ്പയർ PPT. ഒരു ടോപ്പിക് വരും, വെരി സിമ്പിൾ ടോപ്പിക്കാണ്, അത് വെച്ച് വി ഹാവ് ടു പ്രിപ്പയർ 5 slides. ആൻഡ് PPT കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ലെജിബിൾ, സ്റ്റുഡൻസിന് ലെജിബിളായിട്ട് കാണണം. അല്ലാതെ ഇപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ഫോണ്ട് വെച്ച് ഇറ്റ് വിൽ നോട്ട് ബി ലെജിബിൾ ഫോർ ദ സ്റ്റുഡൻസ്. സോ ലെജിബിളായിട്ട് കാണണം, അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള 5 slides ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്ലീൻ, നീറ്റ് ആൻഡ് പ്രസൻറ്റബിൾ. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് PPT കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ടു പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ in Google form. These were the 3 questions for computer proficiency. And demo class, we were asked to take a demo class. As they have clearly stated in the call letter, we were asked to take a demo class. They have given us a lesson plan format. ടോപ്പിക് അവിടെ വെച്ച് തന്നെ തന്നു,
നമ്മൾ ലെസൺ പ്ലാനിലെല്ലാം കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു. വി ഹാഡ് ടു സബ്മിറ്റ് ഇറ്റ് ആൻഡ് വി ഹാഡ് ടു ടേക്ക് എ ഡെമോ ക്ലാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റുഡൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വാസ് അതായിരുന്നു നമ്മുടെ പ്രൊസീജിയർ. വി ഹാവ് ടു ടേക്ക് എ ഡെമോ ക്ലാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റുഡൻസ്. സോ നമ്മൾ സ്റ്റുഡൻസിന് മുമ്പിൽ ആ ഡെമോ ക്ലാസ് എടുത്തു ആൻഡ് ലേറ്റർ ഓൺ വി ഹാഡ് ടു അപ്പിയർ ഫോർ ദി ഇൻ്റർവ്യൂ. ആൻഡ് ഇൻ്റർവ്യൂ ഇത്രയും ഒരു ലോങ് പ്രൊസീജിയർ കഴിഞ്ഞുകൊണ്ടായിരിക്കാം ഇൻ്റർവ്യൂ വാസ് വെരി ഷോർട്ടായിരുന്നു. നമ്മളോട് ബേസിക് കാര്യങ്ങളൊക്കെ ദി എൻക്വയർഡ് ആൻഡ് ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ദാറ്റ് വാസ് ഇറ്റ്. So next let me share you my experience in APS Trivandrum. So APS Trivandrum, they followed a very different procedure from that of APS Bangalore. APS Trivandrum in the call letter, everything I got by post, mail aitalla by post aanu enike thanathu. So there we don't have to go for a written test onnilla. And also in APS Bangalore all the candidates were called on one day, but in APS Trivandrum ഞാൻ പോയ ഡേയിൽ only English candidates were called for the interview, maybe because of the number of candidates enrolled for the same. So in APS Trivandrum they don't ask for a written test. ആ കോൾ ലെറ്ററിലും പറഞ്ഞിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നില്ല. So first of all we have to go for a document verification. Documents were verified very thoroughly. നമ്മുടെ എല്ലാ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോസ്റ്റ് അയക്കുമ്പോൾ ഒക്കെ ഒരു ബയോഡേറ്റ ഫോം കിട്ടും, അതൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. ലൈക്ക് നമ്മുടെ BA, BEd, MAക്കൊക്കെ കിട്ടിയ മാർക്സ് പെർസെൻറ്റേജ്. സോ ദേ വിൽ കാൽക്കുലേറ്റ് ഓൾസോ. ദാറ്റ്സ് സംതിങ് വിച്ച് ഐ നോട്ടിസ്ഡ്. സോ ദേ വിൽ കാൽക്കുലേറ്റ് ഓൾസോ. അവർ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ വെച്ച് തന്നെ വിത്ത് ദ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ദേ കാൽക്കുലേറ്റ്, ക്രോസ് ചെക്ക് വിത്ത് ദ ബയോഡേറ്റ ഫോം. ആൻഡ് ദെൻ വി വർ സെൻഡ് ഫോർ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ്. Computer proficiency test also, the time I have set time same ആണ്, 20-25 minutes 30 minutes-നുള്ള നമുക്ക് ടൈം ഉള്ളൂ. And the questions in APS Trivandrum, the questions was slightly different. Word nammalod parnu. First they asked, first question was to prepare a letter in Word, Microsoft Word, a letter prepare cheyanam. That is like I'm applying a leave and this letter is to principal. So formal letter aanu ezhudhan parnathu. And also just formal letter aanu. Then also they have specified the font size, font ഏതാണെന്നും and also the margin, everything was specified. So they are actually measuring two aspects, the candidates language proficiency and also how well and thorough we are in Microsoft Word. So they are measuring these two things with one question. And the second question was to prepare a PowerPoint, and also 5 to 6 slides are the maximum parayathollu, because they also know we have to read the question and we have to prepare. ഞാൻ പറഞ്ഞല്ലോ, they are measuring these things. legible ആവണം, ടോപ്പിക് ഉണ്ടായിരിക്കണം, ഹെഡിങ്സ് ഉണ്ടായിരിക്കണം. it should be very legible to students. നമ്മളെടുക്കുന്ന ഫോണ്ട്, കളർ, all these things matters. That's what they are measuring through PowerPoint. Next question എന്ന് പറഞ്ഞാൽ it was Excel. they gave us നമുക്ക് സ്റ്റുഡൻസിൻ്റെ നെയിമും ഓരോ സബ്ജക്റ്റിന് അവർക്ക് കിട്ടിയ മാർക്സും തന്നിട്ടുണ്ടായിരുന്നു. we have to enter all these details in Excel sheet. And we have to calculate the total marks of each student. After calculating the total marks, we have to arrange these students in descending order based on the marks, based on the total marks they have scored. So ingane oru question aanu Excel thannu. So these 3 questions aayirunnu computer proficiency test in APS Trivandrum. After computer proficiency test avudunnu oru screening onnu nadakunnilla. All the candidates who have attended the computer proficiency, whether they have completed the exam, completed these 3 questions within time limit or not, എങ്ങനെയാണെങ്കിലും you can attend the interview. So അതിൻ്റെയൊക്കെ മാർക്ക് അവർ പിന്നെ ആയിരിക്കാം ടാബ്ലേറ്റ് ചെയ്യുന്നത്. സോ എവറി വൺ ക്യാൻ അറ്റൻഡ് ദി ഇൻ്റർവ്യൂ. പിന്നെ സ്ക്രീൻ ചെയ്തൊന്നുമല്ല വിടുന്നത്, ബിക്കോസ് they don't have that time. So we could attend the interview. We have attended the interview, and interviewയിൽ ഞാൻ പറഞ്ഞു APS ബാംഗ്ലൂരിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾ കണ്ടു. അവർ പറഞ്ഞു ഡെമോ ടോപ്പിക് എവിടെ നിന്നാണ് തരുന്നതെന്നും ഒക്കെ. ബട്ട് ഇൻ ട്രിവാൻഡ്രം അങ്ങനെ ഒരു സ്പെസിഫിക്കേഷനേ ഉണ്ടായിരുന്നില്ല, ലൈക്ക് ഡെമോ ക്ലാസ്സിനെ പറ്റി ഒന്നും കോൾ ലെറ്ററിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ടീച്ചേഴ്സ്, ആസ് ടീച്ചേഴ്സ് യു നോ, വി വിൽ ഓൾവേസ് ബി പ്രിപ്പയർഡ് വിത്ത് എ ഡെമോ ക്ലാസ് ഫോർ എവറി ഇൻ്റർവ്യൂ. സോ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ആയിട്ടാണ്, ഒരു ഡെമോ എടുക്കാൻ പറഞ്ഞാൽ പ്രിപ്പയർ ആയിട്ടാണ് നമ്മൾ പോയത്. So in interview, everything, interview, I think it went well. And also one thing I forgot to mention is
In interview, two representatives of army officials will be there. So avanunna and principal and other teachers will be there. And interview was good, and within that interview we have to prepare demo in front of the interview panel. But in Bangalore it was different case. We have to do it in front of the students. ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂ പാനലിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഡെമോ ക്ലാസ് എടുക്കേണ്ടത്. ആൻഡ് സം കാൻഡിഡേറ്റ്സിനോട് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് ഡെമോ എടുക്കാനാണ് പറഞ്ഞത്. ബട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ. ഓൾസോ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്സ് were there. They will give a topic. Different subject matter experts under psychology questions ചോദിക്കാൻ, കൗൺസിൽ ടൈപ്പ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇൻ്റർവ്യൂ പാനലിൽ. ആൻഡ് ഫോർ മീ വാട്ട് ഹാപ്പൻഡ് ഇസ് വിത്ത് ആ ഒരു ടോക്കിനിടയ്ക്ക് വി കം അക്രോസ് ഒരു പ്ലേയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് ദേ ആസ്ക്ഡ് us to take that. So demo actually for me, my case, it didn't went well. So that's what I felt. I couldn't do it well. So that's how APS Trivandrum went. So in conclusion, if you ask me about APS interview, what you have to keep in mind is that ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ സൈറ്റിൽ പോയി നമ്മൾ പറഞ്ഞ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ വി ഹാവ് ടു സെൻഡ് ഇറ്റ് ത്രൂ പോസ്റ്റ്, അതെല്ലാം കൃത്യമായിട്ട് അയക്കുക. ആൻഡ് ഓൾസോ be very careful while filling the biodata form. They are asking a lot of questions in that biodata form, like your interests, your sports activities, a lot of questions they ask us. So be very fill this form very judiciously ആയിട്ട് നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്, പെർസെൻറ്റേജ് ആൻഡ് ഓൾ. ആൻഡ് ആഫ്റ്റർ ഫില്ലിങ് ഇതെല്ലാം ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ യു വിൽ റിസീവ് എ കോൾ ലെറ്റർ. സോ ആ കോൾ ലെറ്റർ പറഞ്ഞിരിക്കുന്ന പോലെ യു പ്രിപ്പയർ. ഇഫ് ദേ ആർ ആസ്കിങ് ഫോർ എ റിട്ടൺ ടെസ്റ്റ്, be prepared for the written test, be thorough with your subject and all. And computer proficiency and interview എന്ന് പറയുന്നത് it's there. Or I think എല്ലാ APSലും this Army Public School interview, these two things will be there: computer proficiency test and interview. So for the computer proficiency test, be prepared with these things. ഒരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം be ready with that, like Word, PowerPoint, Excel, all those things. Be prepared with that, and Google Forms and all, and be confident for the interview face A, and be confident. That's all you should keep in mind, because I have searched a lot of videos to get some authentic review about Army Public School interview and those procedures and all, but I didn't get any good review എന്ന് പറയാം. കുറേ അത്ര ക്ലിയർ കട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്, ക്ലാരിഫിക്കേഷൻ. സോ ഐ തിങ്ക് ദിസ് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.